ചേട്ടാ എന്താ ചാവണെങ്കിലോ ട്രെയിനിൽ തല വെക്കണ പന്നി. അതല്ല ഇതല്ലേ എന്തുകൊണ്ട് എന്നെ വണ്ടി നിർത്താ? അയ്യോ ഇത് ചേട്ടൻ്റെ അല്ല, ഇതേ അവിടെ ചെക്കിങ്ങിന് കണ്ടപ്പോ ഞാൻ ചേട്ടൻ്റെ വണ്ടിയിൽ വെച്ചാ. എന്തുവാടത്? ഇന്നലെ അടിച്ചാൽ ഇന്ന് മണപ്പിച്ചിട്ട് 500 കിട്ടിയുള്ളൂ. ഇതുകൊണ്ട് തല വെച്ചെന്നറാ. ചേട്ടാ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവന്മാർ എന്തായാലും ഒന്ന് തപ്പും. ആ ഒരു ലുക്ക് ഉണ്ടേ. ഇപ്പൊ ചേട്ടനിൽ വെച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടായ സാധനം എനിക്ക് തിരിച്ചു കിട്ടിയില്ലേ. ചേട്ടൻ എന്തായാലും വെള്ളടി നിർത്തിക്കോ. നോക്കിയാ ചേട്ടന് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ വണ്ടി പിടിക്കാൻ പറ്റില്ല. വണ്ടി പിടിച്ചാൽ എന്തായാലും പിടിക്കും. ഇതാകുമ്പോ പ്രശ്നമില്ല. ഒന്ന് പോടാ അവിടെ നിന്ന്. ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല. ഇതാകുമ്പോ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരും വിത്ത് ഫോട്ടോ. എന്നാ ചേട്ടാ റാട്ടടി അടിച്ചു വിട്ടിരുന്നോട്ടാ. എന്താ എന്തായാലും ഞാൻ സഹായിച്ചല്ലേ. ഒരു ചെറുതാ. അയ്യോ ഇത് അടിക്കാൻ പറ്റില്ല. അടിക്കാത്തൊരു അടിച്ച തിരിയും. എന്റെ ഭാര്യ എനിക്ക് പാകത്തിരിയാന്നാ പറയണേ. ഇന്ന് അവളെ ഞാൻ തിരിക്കും. സെറ്റ് വീടിക്ക് മതിയാ. എന്തിനായാലും മതി. എന്താണ് പേര്? അയ്യോ പേര് ഞങ്ങൾ പുറത്ത് പറയാറില്ല. പോലീസ് പിടിച്ച സീനാക്കല്ല. എങ്ങനെയുണ്ട് ചേട്ടാ? അത്രയ്ക്ക് ഗുമ്മില്ലേ? വണ്ടി എടുക്ക്. ആരുടെ വണ്ടി? ചേട്ടൻ്റെ വണ്ടി. നിന്റെ വണ്ടി? ഇത് ചേട്ടൻ്റെ വണ്ടിയാ. ഒന്ന് പോടാ. എന്റെ വണ്ടി ഹയാബൂസയാണ്. ചേട്ടാ ഈ ഉപ്പന്റെ കണ്ണു വെച്ച് ഇങ്ങനെ പറയല്ലേ. ഇതന്നെ ചേട്ടൻ്റെ ഹയാബൂസ. അല്ലടാ തല കല്ലോടാ. എന്താ ചേട്ടാ എടുക്കാം കേറില്ലേ? അടിച്ചിട്ട് കിളി പറഞ്ഞേ കണ്ണിനോടത്ത് വണ്ടി വെച്ച് പോവാൻ നിക്കാ പന്നി. എന്റെ ഭാര്യ അടുത്ത് വെള്ളം ചൂടാക്കണ്ട പറയും. ഞാൻ അടുത്ത പുഴയിൽ കുളിച്ചിട്ട് വരാന്ന് പറയട്ടാ. എന്തടിച്ചാലും ലാസ്റ്റ് വെള്ളത്തിലല്ലോ കലാശിക്കല്ലോ. കഞ്ചാവുമായി 3 പേർ അറസ്റ്റ്. തൃശ്ശൂർ മരത്താക്കര. അതിന് ഞാൻ മരത്താക്കര പോയിട്ടില്ല. ഇനി എന്നെങ്ങാനും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താന്ന് നേരത്തെ എഴുന്നള്ളിട്ടുണ്ടല്ലോ. കേറിയിരിക്കാൻ എന്തായാലും തിന്നാൻ തരാം. കറി കഴിക്കട്ടെ? ഒഴിച്ചോ. ആരുടെ വീടാന്ന് അറിയില്ല. ഒരു പെണ്ണ് വിളിക്കുന്നു, ചോറ് തരുന്നു, കറി പിന്നെയും തരുന്നു. നീയാണോ ഇതൊക്കെ ഉണ്ടാക്കിയേ? അല്ല നിങ്ങളുടെ അല്ലാതെ പിന്നെ ഇവിടെ നിങ്ങൾക്ക് വെച്ച് തരാൻ വേറെ ആരാ ഉള്ളത്? ഇതൊക്കെ നിന്റെ ഭർത്താവ് കണ്ട പ്രശ്നമാവില്ല. നിങ്ങളല്ലേ എന്റെ കഴുത്തിൽ കെട്ടിയേ? നിങ്ങളല്ലേ എന്റെ ഭർത്താവ്? ഞാനിവിടെ നിന്ന് കഴിച്ച കാര്യം നീ എന്റെ ഭാര്യയുടെ അടുത്ത് പറയില്ലേട്ടാ. കാലമാടാ ഒരെണ്ണം തന്നാണ്ടല്ലോ. ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ? ഇന്ദ്രജാലം. എന്റെ ഭാര്യയും നിന്റെ ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എന്റെ ഭാര്യയുടെ കൂടെ നിന്റെ ഭർത്താവ് ഭക്ഷണം കഴിക്കുന്ന ഞാനിവിടെ കിഴങ്ങനായിട്ടിരിക്കുമ്പോ കരി തന്നെ അവളെ തലവല്ലി പൊളിക്കും ഞാൻ.